ക്വസ്റ്റ്യൻസിനും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രോബബിലിറ്റിയിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഇഷ്ടപ്പെട്ടു എങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒന്നും കൂടി എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. വെറുതെ വന്നിരുന്നു എന്തൊക്കെയോ കേട്ട് പോവാനായിട്ട് ആരും വന്നിരിക്കേണ്ടതില്ല. ജസ്റ്റ് നിങ്ങൾ ഒരു നോട്ട് എടുക്കുക, പേൻ എടുക്കുക. ഇപ്പൊ തന്നെ നമ്മൾ പ്രോബബിലിറ്റി ഇത് ഇപ്പോൾ ഈ ടൈമിൽ അറ്റ് എ ടൈം നമ്മൾ എന്ത് ചെയ്യാണ്, പ്രോബബിലിറ്റി സെറ്റ് ആകാൻ പോവുകയാണ്. എല്ലാവരും പേപ്പറും പേനുമായിട്ട് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് പോയിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ നമുക്കൊന്ന് ഓർത്തെടുക്കേണ്ടതുണ്ട്. ഓക്കെ, എന്താണ് പ്രോബബിലിറ്റി? അതിനൊരു ഇക്വേഷൻ ഇല്ലേ, എന്തായിരുന്നു അത്? യെസ്, പി ഓഫ് എ ഈക്വൽ ടു എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ്. ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു എന്താണ് ഈ എ, എന്താണ് ഈ എസ്, എസ് എന്താന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? എസ് എന്താന്ന് ഇപ്പൊ ഇനി അറിയില്ലെങ്കിൽ ഈ ക്ലാസ്സിൽ നിന്ന് നമ്മൾ പഠിക്കും. എസ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസ്. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പിൾ സ്പേസ് ആണ്. എ എന്ന് പറഞ്ഞാൽ ഈവന്റ്. എ എന്ന് പറഞ്ഞാൽ ഈവന്റ് ആണ്. സെറ്റ് ആണല്ലോ. അപ്പോ ഇത്ര കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എ എന്താന്ന് കിട്ടി? ഈവന്റ്സ്. ഈവന്റും സാമ്പിൾ സ്പേസും തമ്മിൽ എന്താണ് വ്യത്യാസം? യെസ്, എ എന്ന് പറയുന്നത് ഈവന്റ് ആണ് എന്ന് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ എസ് എന്ന് പറയുന്ന സബ്സെറ്റിലെ എസ് എന്ന് പറഞ്ഞ സാമ്പിൾ സ്പേസിലെ ഒരു സബ്സെറ്റ് ആയിരിക്കും എ. എസ് എന്ന് പറയുന്നത് ഒരു സാമ്പിൾ സ്പേസ് ആണ് എന്ന് വിചാരിക്കുക. എന്താണ് സാമ്പിൾ സ്പേസ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ സാമ്പിൾ സ്പേസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെ സാമ്പിൾ സ്പേസ് ആണെന്നുണ്ടെങ്കിൽ അതൊരു സെറ്റ് ആണല്ലോ. ആ സെറ്റിൽ നിന്ന് ഒരു സബ്സെറ്റ് എടുക്കുകയാണ്. ജസ്റ്റ് അതിന്റെ സബ്സെറ്റ് നമ്മൾ സെറ്റ് എന്താണ് ഭയങ്കര ഇഷ്ടമാണ്, നമ്മൾ പൊളിയാണ്, പൊളിച്ചിട്ടുണ്ട്, കലക്കിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് പഠിച്ച സെറ്റില് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? സെറ്റ്, സബ്സെറ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റിനെ പറയുന്ന പേരാണ് ഇവന്റ്. അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെ നമുക്ക് അറിയിച്ചാൽ മതി. നമ്മൾ സെറ്റാണ്, പോവാ. അപ്പോ ഇതിലേക്ക് പോവാം. എന്ത് ക്ലാസ് കഴിഞ്ഞ് പോവാന്നല്ല കേട്ടോ പറഞ്ഞേ, അടുത്തതിലേക്ക് പോവാം. റെഡി? എല്ലാവരും റെഡി ആണല്ലോ? അപ്പോ സ്റ്റാർട്ട് ചെയ്യാം. റെഡി? ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. എ ബാഗ് കണ്ടെയ്ൻ 9 balls of which 4 are red, 3 are white, 2 are green. If a ball drawn at a random, then calculate the probability that. എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഒരു ബാഗ് ഉണ്ട്. ഇങ്ങനെ ബാഗ് നമുക്ക് വരയ്ക്കാൻ പറ്റും അല്ലെ? ഈ രീതിയിൽ വരയ്ക്കാം. ബാഗിന് ഇങ്ങനെയായിട്ട് ഞാൻ എടുത്തു. ആ ബാഗില് മൊത്തം ടോട്ടലായിട്ട് 9 balls ആണുള്ളത് പറഞ്ഞിട്ടുണ്ട്. ബോൾസ് ഓഫ് വിച്ച് 4 are red. അതില് 4 എന്തായിരിക്കും? 4 ബോള് എന്താണ്? റെഡ് ആണ്. അപ്പോൾ R1, R2, R3, R4 എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. കണ്ടുവോ? ബാഗിൽ കണ്ടുവോ? R1, R2, R3, R4 ബാഗ്. ആ ബാഗില് റെഡ് ബോൾ ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 3 are white. 3 എന്താണ്? വൈറ്റ് ആണ്. അപ്പൊ W1, W2, W3 എന്ന് കൊടുക്കാം അല്ലെ? ഇനി 2 are green എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ഗ്രീൻ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല അല്ലെ? അപ്പൊ G1, G2 എന്ന് കൊടുക്കാം. പ്രശ്നമുണ്ടോ? ഇല്ല. ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. കണ്ടത് പ്രോബബിലിറ്റി ആണ്. പ്രോബബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കേട്ടാ. പി ഓഫ് എ ഈക്വൽ ടു എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ്. അത് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? നമ്മൾ എഴുതി വെച്ചില്ലേ? അപ്പൊ അത് എഴുതി വെച്ചിരിക്കാം. നമുക്ക് കണ്ടത് പ്രോബബിലിറ്റി ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വൈറ്റ് അല്ലാതെ വരുന്നതിന്റെ പ്രോബബിലിറ്റി ആണ്. മൊത്തം എത്ര ബോൾസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു? യെസ്, 9 ആണ്. അപ്പോൾ ഒരു സാമ്പിൾ സ്പേസ് എടുക്കുകയാണെങ്കിൽ ആ സാമ്പിൾ സ്പേസിൽ ഈ പറയുന്ന ബോളുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് എത്ര ഉണ്ട് എന്ന് അവർ പറഞ്ഞു? 9. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സാമ്പിൾ സ്പേസ് എത്രയാണ്? 9 ആണ്. അപ്പൊ എൻ ഓഫ് എസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞേ. ഇനി നമുക്ക് എന്താണ്
വൈറ്റ് അല്ലാതെ വരുന്നത്, ഇപ്പൊ നമ്മൾ എടുക്കുന്നത് വൈറ്റ് അല്ലാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ആ 3 ബോളും W1 W2 W3 എന്ത് ചെയ്യാൻ പാടില്ല, ആ നമ്മൾ എടുക്കുന്ന ഈവന്റില് ഉണ്ടാവാനായിട്ട് പാടില്ല. അത്രയേ ഉള്ളൂ. അപ്പൊ ആ 3 കൂടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഒന്ന് മൈനസ് ചെയ്ത് കളഞ്ഞേക്ക്, വെട്ടിക്കളഞ്ഞേക്ക്. ബാക്കി എന്താ ഉണ്ടാവുക, യെസ് R1 R2 R3 R4 G1 G2 അത്രയല്ലേ ഉള്ളൂ. അപ്പൊ അതൊക്കെ കൂടി കൂട്ടിയേ എത്രയായി, 6 ആണോ. N of A എന്ന് പറയുന്നത് എത്രയാണ്, 6. അപ്പൊ N of S നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് എത്രയായിരുന്നു, 9. അപ്പോ ഇതിനൊന്ന് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, 2/3 കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി അടുത്തത് എന്താണ്, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് അവർ പറയുന്നത്, ഏന്ന് കൊടുത്തത് എന്താണെന്ന് വിചാരിക്കണ്ട. എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അതിനൊന്ന് ഡിനോട്ട് ചെയ്തത് ഏന്ന് വെച്ചിട്ട് ഡിനോട്ട് ചെയ്തു, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നല്ലോ. അപ്പൊ ഏന്നും കൊടുത്തു, അങ്ങനെ വിചാരിച്ചോളൂ കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ ആണ് എന്ത് ചെയ്യേണ്ടത്, സെറ്റുകളെ റെപ്രസെന്റ് ചെയ്യുക. സബ്സെറ്റ് ആണല്ലോ അല്ലെ, ഈ ഇവന്റ് എന്ന് പറയുന്നത് സബ്സെറ്റ് അല്ലേ. അപ്പൊ ആ രീതിയിൽ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ബി എന്ന് പറയണത്, നെക്സ്റ്റ് അതിപ്പോ ബി കൊടുക്കുക അല്ലെ. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐദർ ആണ്. ഐദർ എന്ന് പറഞ്ഞാൽ എന്താ, വൈറ്റ് അല്ലെങ്കിൽ ഗ്രീൻ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പൊ വൈറ്റും ഗ്രീനൊക്കെ നോക്കി ഇവിടെ വൈറ്റും ഗ്രീനൊക്കെ കാണുന്നുണ്ടോ, യെസ്. പക്ഷെ റെഡിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല, അപ്പൊ റെഡ് വെട്ടിക്കാഞ്ഞ്. വൈറ്റ് ആവാം അല്ലെങ്കിൽ ഗ്രീൻ ആവാം. അപ്പൊ വൈറ്റും ഗ്രീനും കൂടി കൂട്ടി നോക്കി എത്ര വരും, എത്രയാണ്, 5 ആണ് അല്ലെ. അപ്പൊ N of B എന്ന് പറയുന്നത് എത്രയാണ് കിട്ടി, 5. N of S ഓൾറെഡി ഞാൻ 9 ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആൻസർ കിട്ടിയില്ലേ, N of B, പ്രോബിലിറ്റി ഓഫ് B is equal to N of B by N of S. N of S equal to 5/9 എന്ന് നമുക്ക് കിട്ടും. അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ എന്ന് വിചാരിക്കുന്നു കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇതിലാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്താണെന്നുള്ളത് ഒന്ന് സെറ്റ് ആക്കാൻ പോകുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നോക്കുകയാണ്, 3 കോയിൻസ് എന്ത് ചെയ്തു, ടോസ് ചെയ്തു. വൺസ് വെച്ചിട്ട് നോക്കൂ കേട്ടോ. 3 കോയിൻസ് ആർ ടോസ്ഡ് വൺസ്, ഒരു പ്രാവശ്യമൊക്കെ ടോസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോ അങ്ങനെയും പോയിട്ട് എന്ത് ചെയ്യുക, ടോസ് ചെയ്തു, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സാമ്പിൾ സ്പേസ് എഴുതാൻ പറ്റുമെന്നാണ് ചോദ്യം. എഴുതാലോ, എന്താ വരിക, H. കാരണം ഒരു കോയിന്റെ 2 സൈഡുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ഹെഡും ഒന്ന് ടൈലുമാണ് അല്ലെ, ടൈലുമാണ്. അപ്പോൾ ഹെഡും ടൈലൊക്കെ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും വരുന്നുണ്ടാവുക, ഉറപ്പാണല്ലോ ടൈലില്. അപ്പോൾ ഹെഡ് ഇപ്പൊ വന്നിട്ടുള്ളത്, അപ്പൊ H. പിന്നെയോ H മാത്രമാണോ വരിക, അല്ല, ഹെഡ് വന്നു, അതേപോലെ H വന്നു, അതേപോലെ ആദ്യത്തെ H, പിന്നെ ഒരു T ആയിരിക്കാം അല്ലെ, പിന്നെ T വന്നിട്ടുണ്ടാവും, ഒരു H. അങ്ങനെ നമുക്ക് എഴുതാനായിട്ട് പറ്റണം. ആദ്യം H എഴുതി, പിന്നെ ഒന്ന് മാറ്റി പിടിക്കുകയാണ്. H വീണ്ടും എഴുതാൻ പറ്റില്ലല്ലോ. അപ്പൊ T ആവാം. പിന്നെയോ അടുത്തത് H, രണ്ടാമത് T ആയിരിക്കും ചിലപ്പോ, പിന്നെ H ആയിരിക്കും. അങ്ങനെ പിന്നെയോ H ഫസ്റ്റ് എഴുതുക. അപ്പൊ എല്ലാത്തിനും ഞാൻ ഫസ്റ്റ് നിർത്തിയേക്കുന്നത് H-നെയാണ് കേട്ടോ, മറക്കണ്ട. H-നെയാണ് ഞാൻ ആദ്യം നിർത്തിച്ചിരിക്കണത്. നിന്നെ അവിടെ ഞാൻ ആദ്യം നിർത്തുക, എന്നിട്ട് അവിടെ ബാക്കിയുള്ളവരെ എഴുതുക. അങ്ങനെ പറയില്ലേ, അങ്ങനെ പറയരുത് അല്ലേ, യെസ്. അപ്പം H T, അതുപോലെ T, അതുപോലെ TH, അതുപോലെ THT, അതുപോലെ THH എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് പറ്റും. അപ്പൊ ആദ്യം ഞാൻ H-നെ ആദ്യം നിർത്തിയപ്പോ എനിക്ക് 4 എഴുതാൻ പറ്റുന്നുണ്ട്. T-നെ ആദ്യം നിർത്തിയപ്പോ 4 എഴുതാൻ പറ്റുന്നുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ്. ഇനി സാമ്പിൾ സ്പേസ് എന്തായിരിക്കും, യെസ്, ഉറപ്പായിട്ടും അതിനൊരു ഇക്വേഷൻ ഉണ്ട് അല്ലെ. അതിന്റെ ഇക്വേഷൻ ആണ് N of S ഈക്വൽ ടു, ഒരു കോയിനിലെ എത്ര ഫേസ് ഉണ്ട്, അപ്പുറം ഇപ്പുറം നമ്മൾ 2 കാര്യങ്ങളല്ലേ കൺസിഡർ ചെയ്യുള്ളൂ, 2 ഫേസ് അല്ലേ ഇപ്പോഴും കൺസിഡർ ചെയ്യുക, ഒന്ന് ഹെഡും ടൈലും. അപ്പോൾ 2 അല്ലെ. ഇവിടെ എത്ര കോയിനാണ് ടോസ് ചെയ്യാൻ പോകുന്നത്, നമ്പർ ഓഫ് കോയിൻസ് എത്രയാണ്, 3. അപ്പൊ 2⁻3. ഇനിയിപ്പോ ഇതിന് പകരം 2 കോയിൻസ് ടോസ് ചെയ്ത കഥ പറയുകയാണെങ്കിൽ എങ്ങനെ എഴുതും ഇക്വേഷൻ, നമ്പർ ഓഫ് എലമെന്റ്സ്, ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇനി സാമ്പിൾ സ്പേസ് ചോദിച്ചു കഴിഞ്ഞാൽ 2, ഇപ്പൊ 3 അല്ലേ ചോദിച്ചത്, അതിന് പകരം 2 ആണെങ്കിലോ, അപ്പൊ എന്ത് ചെയ്തും, N of S equal to 2 ഫേസസ് ആണ് നമുക്ക് ഉറപ്പിച്ചേ. നമ്പർ ഓഫ് കോയിൻസ് എത്രയാണ്, 2. അപ്പൊ 2⁻2 സെറ്റ് ആണല്ലോ, സെറ്റ് അല്ലേ, യെസ്. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞേ ഇനി ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നേ. നോക്കൂ. ഇനി ഞാൻ നേരത്തെ അപ്പൊ 2 കോയിൻ ടോസ് ചെയ്യുന്ന കേസ് പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ അതാ വന്നിട്ടുണ്ട്, എ കോയിൻ ഈസ് ടോസ്ഡ് ട്വൈസ്.
രണ്ട് അല്ലേ, രണ്ടെണ്ണം. അപ്പോൾ അതിന്റെ സാമ്പിൾ സ്പേസ് ചെയ്താണ് നമുക്ക് എന്ത് ചെയ്യണം, അറിയണോട്ടാ. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺ ടൈൽ ഒക്കെ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് എഴുതണം, സാമ്പിൾ സ്പേസ് എഴുതണം അല്ലേ. സാമ്പിൾ സ്പേസ് ചെയ്താൽ അത് ആൻസറിലേക്ക് എത്താൻ പറ്റുമോ, ഇല്ല. അപ്പോൾ കോയിൻ ഈസ് ടോസ് പ്രൈസ്, അത് നമ്മൾ എന്ത് ചെയ്തു, ആദ്യം എച്ച് നിർത്തണം. അപ്പോൾ എച്ച് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എത്ര എഴുതാൻ പറ്റുള്ളൂ, ഒരു എച്ച് എച്ച് എഴുതാം, പിന്നെ എച്ച് ടി എഴുതാൻ പറ്റും. അങ്ങനെ രണ്ടാണ് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ അല്ലേ, രണ്ട് പോസിബിലിറ്റീസേ ഉള്ളൂ. പിന്നെ ടി വെച്ചിട്ടുള്ളതാണ്, അപ്പോൾ ടി എച്ച് ടി ടി എഴുതാൻ പറ്റും. അങ്ങനെ നമുക്ക് എഴുതിയെടുക്കാം കേട്ടോ. അങ്ങനെ എഴുതി വെച്ചു. ഇനി നമ്മൾ എന്താ ചെയ്തത്, എൻ ഓഫ് എസ് ആണ് ചെയ്തത്. എന്താണ് ഈ എൻ ഓഫ് എസ്? എൻ ഓഫ് എസ് കാണാനായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. എത്ര പൈസ ഉണ്ട്, 2. ഇനി എത്ര കോയിനാണ് എഴുതുന്നത്, 2. അപ്പോൾ 2 raised to 2 4. ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കിലും ഇത് കൗണ്ട് ചെയ്താലും മതി. 1 2 3 4. അപ്പോൾ 4 ആണ്, എൻ ഓഫ് എസ് 4 ആണ് എന്ന് കിട്ടിയല്ല, കിട്ടിയില്ലേ? യെസ്, കിട്ടിയില്ല എന്നാ, കിട്ടണം കേട്ടോ. കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് നോക്കിയാൽ മതി, കിട്ടൂട്ടാ. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താ, എ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേക്കുന്നത്, പ്രോബിലിറ്റി കാണാനാണ്. അറ്റ്ലീസ്റ്റ് വൺ ടൈൽ. അപ്പോൾ ഒരു ടൈലെങ്കിലും ഉള്ളത് ഏതാണ്, ഒരെണ്ണെങ്കിലും ഒരു ടി എങ്കിലും ഉള്ളത് അതേതാ? യെസ്, ഇതിൽ ടി ഉണ്ട്, ഇതിൽ ടി ഉണ്ട്, ഇതിൽ ടി ഉണ്ട്. പക്ഷെ എക്സാക്ട്ലി നല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ടാണ് ഈ രണ്ടെണ്ണം എടുത്തത് കേട്ടോ. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, അറ്റ്ലീസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് 1 എന്നല്ലേ പറഞ്ഞേക്കണേ. അപ്പൊ 1 ആവണം ഉറപ്പായിട്ടും. അതിൽ എത്ര വേണം, 1 വേണം. ഒന്നിലും കുറയരുത്. അറ്റ്ലീസ്റ്റ് നീ പാസ്സാവുമെങ്കിലും ചെയ്യടാ, നീ തോക്കരുത് എന്നൊക്കെ പറയില്ലേ, അത്രയേ ഉള്ളൂ. അറ്റ് മോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറ്റ് മോസ്റ്റ് എന്ന് പറഞ്ഞിട്ടും ചോദിക്കാറുണ്ട്. എന്താണ് അറ്റ് മോസ്റ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറ്റ് മോസ്റ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്തായാലും വേണം. എന്നാൽ 1 കുറഞ്ഞാലും പ്രശ്നമില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിലോ എന്താ ചെയ്യാം, എന്താ വരിക, ഈ ടി ടി ഉണ്ടാവില്ല, ടി ടി ഇല്ല. അപ്പൊ എന്താ എടുക്കുക, ഇതാ വരിക, എച്ച് എച്ച് വരിക. ഓക്കെ, അപ്പൊ അറ്റ് മോസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒക്കെ വന്നില്ലേ. ഇനി എക്സാക്ട്ലി എന്ന് പറഞ്ഞാൽ എന്താ, എക്സാക്ട്ലി എനിക്ക് എക്സാക്ട്ലി ചില കുട്ടികൾ പറയും, എനിക്ക് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 80 കിട്ടും അല്ലെ. എന്തിനൊക്കെ 70 പോണേ, എനിക്ക് 80 എക്സാം, അതിൽ 60 ടി വരുന്നത്. എനിക്ക് സി മാർക്ക് കിട്ടുന്നത് 20 അപ്പൊ അങ്ങനെ മൊത്തം നോക്കുമ്പോൾ 80 അപ്പൊ 80 എനിക്ക് കിട്ടും. എക്സാക്ട്ലി എനിക്ക് 80 കിട്ടും. പിന്നെ എന്തിനാ ഞാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്, വേണ്ട, എനിക്ക് 80 എന്നുള്ളത് എനിക്കറിയാം എന്ന് പറയുന്ന കുറച്ച് കുട്ടികളുണ്ട്. അപ്പൊ എക്സാക്ട്ലി ആണ്, എക്സാക്ട്ലി എന്ന് പറഞ്ഞാൽ ഇത്ര ഉണ്ടാവും, എത്ര ഉണ്ട് എന്ന് പറയില്ലേ, ഇതിന് കൂടില്ല പറയൂല, അത്രയേ ഉള്ളൂ. കൃത്യമായിട്ട് അത്ര തന്നെ വേണം എന്നൊക്കെ പറയുന്ന പോലെ, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാനിതൊക്കെ പറഞ്ഞു കഴിഞ്ഞത് ഇനിയുള്ള പ്രോബ്ലംസിലൊക്കെ വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇതില് എന്താ ആൻസർ വരിക, എന്തായാലും ടി വേണം. ടിയിൽ ഒരു ടി എങ്കിലും വേണം. ആര് കൂടിയാലും ആർക്ക് പ്രശ്നമില്ല, നമുക്ക് കാണോ, അല്ല, ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം പ്രശ്നമില്ല. അറ്റ്ലീസ്റ്റ് ആയതുകൊണ്ട്, അറ്റ്ലീസ്റ്റ് 1 ആയതുകൊണ്ട് ഒരെണ്ണെങ്കിലും വേണം, 1 കൂടിയാലും പ്രശ്നമില്ല. അപ്പൊ അങ്ങനെ വരുന്നത് 3 പോസിബിലിറ്റീസ് ആണ്, എച്ച് ടി, ടി എച്ച്, ടി ടി. അപ്പൊ എൻ ഓഫ് എസ് നമ്മൾ പറഞ്ഞു 4 ആണ്. ഇപ്പൊ എൻ ഓഫ് എ പറഞ്ഞു എത്രയാണ്, 3 ആണ്. അപ്പൊ പി ഓഫ് എ കാണാൻ ഇപ്പൊ പണിയൊന്നുമില്ല. എൻ ഓഫ് എ ബൈ എൻ ഓഫ് എസ് ആണ്. എൻ ഓഫ് എ എന്ന് പറയുന്നത് 3 കിട്ടി, എൻ ഓഫ് എസ് എന്ന് പറയുന്നത് 4 കിട്ടി. അപ്പൊ അത് കഴിഞ്ഞ് സെറ്റ് അല്ലേ, സെറ്റ് 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 സെറ്റ്, അതൊരു പാട്ട് പാടിയിട്ടില്ല, അങ്ങനെ സെറ്റ് സെറ്റ് സെറ്റ്. അപ്പൊ ഇത് തെറ്റല്ല, ഇത് പ്രോബബിലിറ്റി ആണ്, ജസ്റ്റ് നോക്കുക കേട്ടോ. അപ്പോ എ കോയിൻ ഈസ് ഡ്രോൺ repeatedly until a tail come up. What is the sample space for the random experiment? ഒരു കോയിൻ എന്ത് ചെയ്തു, ഡ്രോൺ ചെയ്തു, റിപ്പീറ്റഡ്ലി ഡ്രോൺ ചെയ്തു. അങ്ങനെ ഡ്രോൺ ചെയ്യാം, ജസ്റ്റ് ഇങ്ങനെ കോയിൻ ഡ്രോൺ ചെയ്യുന്ന സമയത്ത് എപ്പോഴാണോ ടൈൽ വീഴുന്നത് അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തേക്കണം. അതുവരെ ഞാൻ എന്ത് ചെയ്യാം, നമുക്കിങ്ങനെ കോയിൻ ടോസ് ചെയ്തുകൊണ്ടിരിക്കാം, ഡ്രോൺ ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ സാമ്പിൾ സ്പേസ് എന്തൊക്കെയാണ് വരിക, അപ്പോൾ ഒന്ന് നോക്കി നോക്കിയേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഞാൻ തന്നെ പറയാം അല്ലെ, ആദ്യം ചിലപ്പോൾ ആദ്യത്തെ എന്ത് വീണു, നമ്മളൊരു കളി കളിക്കുക, ഗെയിം എപ്പോഴാണോ ടൈൽ വീഴുന്നത് അപ്പൊ സ്റ്റോപ്പ് ചെയ്യണം ആ കളി. അപ്പൊ ആദ്യത്തെ ചിലപ്പോൾ എന്ത് വീഴും, ടി വിനേക്കാം അല്ലെ. അപ്പൊ ടി വീണു, അപ്പൊ ആദ്യത്തെ ടി വീണു, ആ കളി കഴിഞ്ഞു. ഇനിയിപ്പോ ചിലപ്പോ അങ്ങനെ തന്നെ എപ്പോഴും നടക്കണമെന്നില്ലല്ലോ. ആദ്യത്തേല് ചിലപ്പോ എന്താ ഉണ്ടാവുക, എച്ച് ആയിരിക്കും, പിന്നെ ആയിരിക്കും ചിലപ്പോൾ എന്ത് ഉണ്ടാവുക, ടി.
അപ്പൊ കളി രണ്ടാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ ഊഴത്തിലാ സ്റ്റോപ്പ് ആയിട്ടുണ്ടാവുക. പിന്നെയും ഒന്നും കൂടി കളിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ആ കളിയിൽ ചിലപ്പോൾ എന്ത് വീണുണ്ടാവും, എച്ച് പിന്നെയാവും ടി വീണിട്ടുണ്ടാവും. അപ്പൊ ടി വീണ് കഴിഞ്ഞാൽ കളി അവസാനിപ്പിക്കണം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കുറെ എഴുതാൻ പറ്റും, എച്ച് ടി അങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കാം. അതുകൊണ്ട് തന്നെ എക്സിട്ര കൊടുക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്, ആൾട്ടർനേറ്റീവ് പോലെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി എപ്പോഴും സാറ് പറഞ്ഞ പോലെ വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കേട്ടോ. ദ നമ്പർ ഓഫ് ഔട്ട്കം അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ സാമ്പിൾ സ്പേസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാ. അപ്പൊ ഇത് അതേപോലെ തന്നെ ഇതിനെ ഇങ്ങനെ വിളിക്കാം, ദ നമ്പർ ഓഫ് ഔട്ട്കം. ഔട്ട്കം മീൻസ് എന്താണ്, റിസൾട്ട്. അല്ലെങ്കിൽ നമ്മൾ സാമ്പിൾ സ്പേസിൽ എഴുതില്ലേ, അതന്നെ എലമെന്റ്സ് അല്ലെ. നമുക്ക് എലമെന്റ്സ് എങ്ങനെ കിട്ടുന്നത്, 6 എക്സ്പെരിമെന്റിൽ നമുക്ക് ഇന്ന ഔട്ട്കം റിസൾട്ട് ആയിട്ട് കിട്ടുന്നതിന് ഞാൻ ഈ എലമെന്റ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ തന്നെയാ. ഇപ്പൊ നമ്പർ ഓഫ് ഔട്ട്കം എന്ന് ചോദിച്ചാലും ആൻസർ എന്ത് തന്നെയാണ്, ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് കാണുന്ന രീതിയിൽ തന്നെ കാണാം. അപ്പൊ അതിന്റെ ഇക്വേഷൻ വെച്ചിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഫേസ് എത്രയാണ്, നമുക്ക് കൺസിഡർ ചെയ്യുന്ന ഫേസ്. അപ്പൊ കോയിനൊക്കെ ആണെങ്കിൽ 2 ഫേസ് ആണ്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് ഡൈസ് എറിഞ്ഞ കാര്യമാണ് അല്ലെ, 2 ഡൈസ്. അപ്പം എന്തായിരിക്കും അതിൽ വ്യത്യാസം വരിക, ഇതിൽ ഫേസ് 2 ആണോ, അല്ല 6 ആണല്ലേ. അപ്പൊ 6ന്റെ കേസ് നമുക്ക് കിട്ടി, 6 കിട്ടി. എത്ര ആണ് 2. അപ്പൊ നമ്പർ ഓഫ് ഡൈസ് മീൻസ് അത് പവറിൽ എഴുതി വെക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ അത് എത്രയാ, 2. 6 എന്നാണ് ആൻസർ കേട്ടോ. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി അടിയിൽ കാണുന്നുണ്ട് അല്ലെ, കാണുന്നുണ്ട് അല്ലെ. ഇൻ എ റാൻഡം എക്സ്പെരിമെന്റ് 6 coins are tossed. Write the number of sample points in the sample space എന്നാണ് ചോദ്യം കേട്ടോ. അപ്പൊ 6 coins ആണ് ടോസ് ചെയ്തിട്ടുള്ളത്. എത്ര കോയിൻസ് ആണ്, 6 coins ടോസ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ അവര് പറയുന്നേ, നമ്മളോട് നേരത്തെ ചോദിച്ച പോലെ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ്, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സാമ്പിൾ സ്പേസ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഔട്ട്കം, അല്ലെങ്കിൽ നമ്പർ ഓഫ് സാമ്പിൾ പോയിന്റ്സ്. നമ്പർ ഓഫ് സാമ്പിൾ പോയിന്റ്സ് മീൻസ് എന്ത് തന്നെയാണ്, എലമെന്റ്സ് തന്നെയാണ് കേട്ടോ. അപ്പൊ നോട്ട് ചെയ്ത് വെച്ചേക്ക് കേട്ടോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് തന്നെ ചോദിക്കണമെന്നില്ല, സാമ്പിൾ സ്പേസിലെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് തന്നെ ചോദിക്കണമെന്നില്ല. എങ്ങനെയും ചോദിക്കാം. നമ്പർ ഓഫ് സാമ്പിൾ പോയിന്റ്സ് എന്നുള്ളത് ചോദിച്ചാലും എന്ത് തന്നെയാണ് ആൻസർ, സെയിം തന്നെയാണ് കേട്ടോ. നമ്മളതിനെങ്ങനെ പേടിപ്പിക്കാനും പറ്റിക്കാനും കുറെ ടേംസുകൾ ഇങ്ങനെ യൂസ് ചെയ്യും. അപ്പൊ ഈ എലമെന്റ്, ഇത് എലമെന്റ് അല്ലേ, ഞാൻ പഠിച്ച എലമെന്റ് അല്ലേ, ഇതെന്ത് ഇങ്ങനെ എന്ന ചോദ്യം നമ്മൾ ചോദിക്കില്ലേ, അതവർക്ക് കേൾക്കാനാണ് അങ്ങനെ ചോദിക്കാനായിട്ടാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ട, അങ്ങനെ ചോദിക്കാനായിട്ട് നിൽക്കണ്ട. അതവർക്ക് ഇഷ്ടമാണ്, അവരെയൊന്നും ഇഷ്ടപ്പെടുത്താനല്ലോ, നമുക്ക് മാർക്ക് കിട്ടാനല്ലേ. അപ്പൊ നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോ അത് ഓക്കെ ആണോ. അപ്പൊ 2 ആണ് ഫേസ് വരുന്നത്. എത്ര കോയിൻസ് ഉണ്ട്, 2 ആണ് ഫേസ് വരുന്നത്. എത്ര കോയിൻസ് ആണ്, 6. 2⁶ ആണ് ഇതിന്റെ ആൻസർ കേട്ടാ. അപ്പൊ അത് കഴിഞ്ഞ് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ പാക്ക് contain 9 discs of which 4 are red. നമ്മൾ നേരത്തെ ചെയ്തു ബോളിന്റെ കേസ് ഇതേപോലെ കേട്ടാ. ഇവിടെ മൊത്തം 9 ഡിസ്ക് ആണ് ഉള്ളത്, അതിൽ 4 എണ്ണം റെഡ് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ R1 R2 R3 R4 എന്ന് എഴുതണം കേട്ടോ. അങ്ങനെ എഴുതണം. ഓക്കെ, മനസ്സിലായോ? ശരി. അത് കഴിഞ്ഞിട്ട് 3 എണ്ണം ബ്ലൂ ആ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ബ്ലൂ എഴുതിയിരിക്കുന്നു. റെഡ് ഞാൻ നേരത്തെ പറഞ്ഞു, ബ്ലൂ ആയി. B1 B2 B3 സോറി B3 ആണ് കേട്ടോ. ഇത് B3 ആണ്, B2 എഴുതിയിരിക്കണേ, B3 ആണ് കേട്ടോ. ഇനി യെല്ലോ എന്ന് പറയുന്നത് 2 എണ്ണമാണ്. അപ്പൊ Y1 Y2 ആണ്. അത് എഴുതിയോ, എഴുതി. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്, എത്ര ഔട്ട്കം ഉണ്ട്, എത്ര ഡിസ്ക് ഉണ്ട്, 9 ആണ്. അപ്പൊ N(S) എത്രയാ, 9 ആണ്. ഇനി അവർ പറഞ്ഞിട്ടുള്ളത് റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണ് അല്ലെ, റെഡ് കിട്ടാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ N(A) നമുക്ക് അറിയില്ല. N(A) എന്ന് പറഞ്ഞാൽ റെഡ്, എത്ര റെഡ് ഉണ്ട് ഇതില്, R1 R2 R3 R4 4 അല്ലെ. അപ്പൊ അത് കഴിഞ്ഞില്ലേ, നമുക്ക് കിട്ടിയില്ലേ, യെസ്. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് തന്നെ 10ൽ പഠിച്ച രീതിയിൽ ചെയ്യാൻ പറ്റും. P(A)യുടെ ഇക്വേഷൻ വെച്ചിട്ടും ചെയ്യാം. P(A)യുടെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യണം കേട്ടോ ഇപ്രാവശ്യം. കാരണം ആര് പറഞ്ഞു, സച്ചിൻ സാറ് പറഞ്ഞു തന്നിട്ടുണ്ട് P(A)യുടെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാൻ അല്ലേ. അപ്പൊ അത് വെച്ചിട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ആ ഒരു രീതിയിൽ മാർക്ക് കുറയണ്ട. P(A) ഇപ്പൊ തന്നെ പഠിക്കുക. P(A) = N(A) by N(S) N(A) by N(S) P(A) = N(A) by N(S) N(A) by N(S) N(A) by N(S) കിട്ടിയില്ലേ? ഇനി നമ്മൾ മറക്കത്തൊന്നില്ലേ അല്ലെ, മറക്കില്ല. അപ്പൊ N(A) എന്ന് പറയുന്നത് ഇതിൽ എത്രയാ, റെഡ്
4 അല്ലടാ, R1 R2 R3 R4. അതന്നെ. ഇനി ടോട്ടൽ ബോൾസ് എത്രയാ? സോറി, ഡിസ്ക്. നമ്മൾ പോയി ബോളിന്റെ അവിടേക്ക് എത്തിയില്ലേ. ഇത് ഡിസ്ക് ആണ്. ജസ്റ്റ് ആ ബോൾ മാറ്റിയിട്ട് ഡിസ്ക് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ടോട്ടൽ ഡിസ്ക് എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ 4/9 ആണ് ആൻസർ വരിക. ഇതേപോലെ തന്നെ നമുക്ക് അടുത്തത് യെല്ലോ അല്ലാത്ത. അപ്പോൾ യെല്ലോനെ അങ്ങോട്ട് വെട്ടി. യെല്ലോ ഇഷ്ടമില്ലാത്ത ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയ ആൾക്ക് യെല്ലോ വേണ്ട. യെല്ലോ ഇല്ലാത്തത് ബാക്കി 4 ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. റെഡ് 4 ഉണ്ട് പറഞ്ഞു. ബ്ലൂ എത്ര? 3. അപ്പോൾ 4 + 3 എത്രയാ? 7 അല്ലേ? അപ്പോൾ അതും ആർക്കും കിട്ടാത്തില്ല കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞ് ഇനി നമ്മളിന്ന് വേറെ ലെവലിലേക്ക് പോവാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു ഡൈസ് അല്ലെ, ഒരു ഡൈസ് നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് ടോസ് ചെയ്യാന്ന് വിചാരിക്കുക. അങ്ങനെ ടോസ് ചെയ്യുന്ന സമയത്ത് എന്താണ് സാമ്പിൾ സ്പേസ് വരിക? ഒരു ഡൈസ് ആണ് പറഞ്ഞിട്ടാ. 1 2 എത്ര ഫേസ് ഉണ്ട്? 6 അല്ലേ? അപ്പോൾ 1 2 3 4 5 6 ഓരോ ഫേസുകളിലും 1 2 3 ഒരു ഡോട്ട് ഇടല്ലേ നമ്മള് ഡൈസിന്റെ അവിടെ ഒരു ഡോട്ട്. അപ്പൊ 1 2 ഡോട്ട് ആണെങ്കിൽ 2, അങ്ങനെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അങ്ങനെ 6 വരെ വരാം അല്ലെ. ഇനി അതിന് പകരം 2 എണ്ണം എറിഞ്ഞാലാ? ചില കുട്ടികൾ ചോദിക്കില്ലേ, എന്താ സാറേ 2 എണ്ണം എറിഞ്ഞപ്പോ അപ്പൊ എന്താ കിട്ടുക എന്ന് ചോദിക്കില്ലേ? അതേപോലെ കേട്ടാ. പെയർ എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പെയർ എന്ന് പറഞ്ഞാലും എന്തായാലും ഉദ്ദേശിച്ച പെയർ പോലെ 2 എണ്ണമൊക്കെ ഒരുമിച്ച് വരുന്നത് ഒരു നമ്മൾ സെറ്റാണ് എഴുതാൻ പോണത് അല്ലെ. അപ്പൊ പെയറാക്കിയിട്ട് എഴുതാം. അപ്പൊ 1. അപ്പൊ നോക്കൂ, ആദ്യത്തെ ഡൈ എറിഞ്ഞു, അപ്പൊ 1 കിട്ടി. പിന്നെ 1 തന്നെ കിട്ടി. അപ്പൊ അത് പെയറാക്കി എഴുതണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം. അത് സെറ്റിൽ എഴുതിയിരിക്കുക കേട്ടാ. അത്രേ ഉള്ളൂ. നമ്മള് ഇതിൽ എഴുതുന്ന പോലെ റിലേഷൻസിലൊക്കെ എഴുതും. റിലേഷനൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന പോലെ കേട്ടാ. അപ്പൊ 1 1 1 2 1 3 1 4 1 5 1 6. അടുത്തതോ 2 വരാം, പിന്നെ 1 വരാം, അങ്ങനെ 2 2 വരാം, 2 3 ഒക്കെ 2 വെച്ചിട്ട് കേട്ടാ. 2 6 വരെ ഇല്ല. പിന്നെ 3 ആദ്യം 3 വീണ് കഴിഞ്ഞാൽ 3 1 വീഴാം, 3 2 വീഴാം, 3 3 വീഴാം, 3 4 വീഴാം, 3 5 വീഴാം, പിന്നെ 3 6 വരാം. പിന്നെ 4 ആണ് ഫസ്റ്റ് വീണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് വരാം? രണ്ടാമത്തേന് 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം, 6 ആവാം. പിന്നെ 5 ആണ് ആദ്യം വീണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞിട്ട് 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം അല്ലെ. അങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അവിടെ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി 6 ആണ് ആദ്യം വീണെന്നുണ്ടെങ്കിൽ 6 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. അങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി എ എന്ന് പറയുന്നത് എന്താണ് അവർ പറഞ്ഞിട്ടുണ്ട്? എ എന്താണെന്നാ പറഞ്ഞത്? നമ്മൾ വായിച്ചു നോക്കിയോ? ഇല്ലല്ലേ. ദെൻ ഇത് എസ്റ്റിമേറ്റ് ദി ഈവന്റ് ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ ഓൺ ഫസ്റ്റ് ഡൈ. അപ്പൊ ആദ്യത്തെ ഈവൻ നമ്പർ വരാനുള്ള കാര്യമൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ 1 വീണ് ഫസ്റ്റ്, പിന്നെയാണ് 1 വീണത്. അപ്പൊ അത് 1 ഫസ്റ്റ് വീണ് വെച്ചിട്ട് അത് ഈവൻ നമ്പർ ആണോ? 1 ഒരു ഈവൻ നമ്പർ ആണോ? അങ്ങനെ ചിന്തിച്ചാൽ പോരെ. 1 ഒരു ഈവൻ നമ്പർ അല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് എടുക്കില്ല കേട്ടാ. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മളിതിൽ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, പ്രോബിലിറ്റി ഒന്നും കാണാനായിട്ട് ഇതിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി, ഒന്ന് എഴുതി വെച്ചാൽ മതി കേട്ടാ. പ്രോബിലിറ്റി കാണാനൊന്നും അവർ പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ വലിയ പ്രശ്നമില്ല. ആ എത്രയാണ് എഴുതാൻ പറ്റും. ഫസ്റ്റ് 2 എടുക്കാം, ഈവൻ നമ്പർ ആണ്. പിന്നെ 3 വരില്ല, 4 എടുക്കാം, അത് ഈവൻ നമ്പർ ആണ്. 4ലുള്ള എല്ലാം എഴുതാട്ടോ. ഇനി 6 എടുക്കാം, 6ലെല്ലാം എഴുതാട്ടോ. അപ്പൊ സാമ്പിൾ സൈസും ഈവന്റ് എഴുതുന്നതിനാണ് മാർക്കുള്ളത് കേട്ടോ. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 എഴുതിയിട്ടുണ്ടോ നോക്കും. 2 എഴുതിയിട്ടുണ്ടെങ്കിൽ 2 മാർക്ക് അങ്ങോട്ട് എന്ത് ചെയ്യും? തരും. കേട്ടല്ലോ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ചെയ്യാട്ടാ. നോക്കൂ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിൽ അവർ പറയുന്നത് if 2/11 probability of an event A when എന്താണ് then what is the probability of event not A? A ആവാതിരിക്കാനുള്ള പ്രോബിലിറ്റി ആണ് നോക്കേണ്ടത്. അപ്പൊ P of A ഒരു തന്നിട്ടുണ്ട്. പ്രോബിലിറ്റി ഓഫ് ഈവന്റ് A എന്ന് പറഞ്ഞിട്ട് അവർ തന്നിട്ടുണ്ട്. എന്താണ്? 2/11 കാര്യമാണ്. നമുക്ക് കാണേണ്ടത് എന്താണ്? P of A തന്നെയാണോ വീണ്ടും കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? അല്ല, P of not A, പ്രോബിലിറ്റി ഓഫ് നോട്ട് A. അപ്പോ A ആവാതിരിക്കാനുള്ള പ്രോബിലിറ്റി ആണ് നമുക്ക് കാണേണ്ടത് കേട്ടാ. കണ്ടുവോ? അപ്പൊ P of A ഡാഷ് ആണ് കാണേണ്ടത്. P of A ഡാഷ് എന്ന് പറഞ്ഞാൽ 1 - P of A ആണ്. ഇത് പഠിച്ചിരിക്കുക കേട്ടാ. കാരണം എന്താ? ഞാൻ വേറെ പറഞ്ഞുതരാട്ടാ. നോക്കൂ, ജസ്റ്റ് നോക്കണേ. പ്രോബിലിറ്റി ഓഫ് A കണ്ടു, അത് എത്രയാണ്? 2/11 കിട്ടി. എന്നാൽ ഇതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള വേരിയേഷൻ ഉണ്ട്. വേറൊരു കാര്യം പറഞ്ഞുതരാം. നോക്കി, ഒരു സാമ്പിൾ സ്പേസിൽ H ഉം T ഉണ്ട് കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കണേ. ഇതിൽ H കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്? H കിട്ടാനുള്ളത് Hന്റെ അങ്ങനെ മാത്രം ചെയ്താൽ മതി അല്ലേ.
ആ പ്രോബിലിറ്റി മാത്രം എഴുതിയാൽ മതി. പി ഓഫ് എച്ച് എന്ന് എഴുതണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് എത്രയാണ്? മൊത്തം 2 ഉണ്ട്. അപ്പൊ അതിൽ എച്ച് കിട്ടാനുള്ളത് ഒരു 1 മാത്രം. ഇതേപോലെ ടി കിട്ടാനുള്ളത് എത്രയാണ്? അതുകൊണ്ട് തന്നെയാണ് 1/2. ഇത് രണ്ടും കൂടി ഒരു പ്ലസ് ചെയ്യുന്ന സമയത്ത് ഡിനോമിനേറ്ററിൽ കോമൺ ആണ്, 2 ആണ്. അപ്പൊ 1 + 1 = 2. ആൻസർ എന്താ കിട്ടുക? 1 ആണ്. 1 + 1 1 അല്ലേ? അപ്പൊ 2 അല്ലേ? അപ്പൊ 2/2 1 ആണ്. അപ്പൊ അങ്ങനെ പ്രോബിലിറ്റി അറിയുന്നതും ഇനി അറിയാത്തതും കൂടി കൂട്ടുമ്പോൾ അപ്പൊ എച്ചിന്റെ ഒക്കെ അറിയാം, പക്ഷെ ടീന്റെ അറിയില്ല. അപ്പൊ അങ്ങനെ രണ്ടും കൂടി കൂട്ടുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? 1 ആണ് കിട്ടുക കേട്ടോ. പ്രോബിലിറ്റി നമുക്ക് അറിയുന്നതും പി ഓഫ് എയും പി ഓഫ് എ ഡാഷും കൂടി കൂട്ടി കിട്ടുന്നത് എന്താണ്? 1 ആണെന്ന്. അത്രേ ഉള്ളൂ. കാര്യം പിടി കിട്ടിയ. ഇനിയിപ്പോ അതൊന്നും പിടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും എനിക്ക് കത്തുന്നില്ല സർ എന്ന് പറയുന്നവരോട് ഈ ഇക്വേഷൻ അങ്ങനെ പഠിച്ചിരിക്കാം. വളരെ സിമ്പിൾ. ഇത് ചോദിക്കാനാണെങ്കിൽ ഇത് അങ്ങനെ എഴുതി വെച്ചാൽ മതി. എ പി ഓഫ് എ തന്നിട്ടുണ്ട്, പി ഓഫ് എ ഡാഷ് കാണാൻ പറഞ്ഞാൽ 1 - പി ഓഫ് എ എന്ന് എഴുതിയിരിക്കാം. ഒന്നും അങ്ങനെ മൈനസ് ചെയ്യുക, അത്ര തന്നെ. ഇനി 1 - പി ഓഫ് എ എനിക്ക് അറിയാം. പി ഓഫ് എ എത്രയാ? 2/11 അല്ലേ? അപ്പൊ അത് എഴുതുക. ഇനി ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 11 എനിക്ക് എന്ത് ചെയ്യാം? 11/11. 1നെ 11/11 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 തന്നെയല്ലേ? അങ്ങനെ എഴുതാം. 1ന്റെ പ്ലേസിൽ ഞാൻ 11/11 എഴുതു. -2/11. രണ്ടിലും കോമൺ ആയിട്ട് 11 ഉണ്ട്. കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 11 - 2. ആൻസർ 9/11. കിട്ടിയില്ലേ? അത്രേ ഉള്ളൂ. അത്ര പഠിച്ചില്ലേ? പി ഓഫ് നോട്ട് എ കിട്ടി. അതെത്രയാണ്? 9/11 ആണ്. 9/11 ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ അവർ പറയുന്നത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുള്ളത്. അപ്പൊ ഈ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ പ്രോബിലിറ്റിയിലെ മോർ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. പാർട്ട് 2 ഉറപ്പായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരിക്കാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്ന് പഠിച്ച ഇക്വേഷൻസ് എന്താണ്? സാമ്പിൾ സ്പേസ്, ഈവൻസ് എന്താണ്, പിന്നെ ഒരു ഇക്വേഷൻ പഠിച്ചു, പി ഓഫ് എ ഡാഷ് = 1 - പി ഓഫ് എ. സാമ്പിൾ സ്പേസ് എഴുതാൻ പഠിച്ചു. ഇത്ര കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിലേക്ക് ഞാൻ വീണ്ടും പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളിപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും പഠിച്ചിട്ടുണ്ടാവും അല്ലേ? പഠിക്കണം കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനിയും കാണാം. അപ്പൊ അതുവരേക്കും ബൈ.